Good afternoon, everyone. Good afternoon. Good afternoon. Okay. Good afternoon, ma'am. Yeah. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു ടോപ്പിക് തന്നിരുന്നു. നോക്കിയില്ലേ? ചെയ്തു. ആരൊക്കെ പ്രിപ്പയർ ചെയ്തു എന്നൊന്ന് പറയാമോ? ആരൊക്കെ ചെയ്തു? ജിൻഷ ചെയ്തിട്ടുണ്ട്. പ്രിപ്പയർഡ് ആണ്. ഇനി അഞ്ജു, അനാമിക പ്രിപ്പയർഡ് ആണോ? ഇല്ല മോനും കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയിട്ടില്ലായിരുന്നു. റെക്കോർഡ് ക്ലാസ്സും കാണാൻ പറ്റിയില്ല. അനാമിക മിസ് എഴുതിയില്ലായിരുന്നു. വെരി ഗുഡ്. അപ്പൊ ജിൻഷ മാത്രമേ ഉള്ളൂ ആണോ? വരാനില്ലല്ലോ? ഇല്ല. ഓക്കെ, ജിൻഷ പറയൂ. I expected 2025 New Year. I imaged certificate for the hospital administration and starting a new job position and at the hospital near for home. New friends. I cooperated with then all staff. Hesitating the attending all program. I utilized the maximum time of department. I decided to new opinion in the department. I expected in 2025,000 above salary. In all, society will appreciate job on the hospital, but between 1 year, I am very sad for their society because they did not job resigning the recent situation, and I family members are laugh any program with disappeared. I am disappeared him. I am very sad for that. In this situation, I decided the course on hospital administration. And my neighbor, Sister Amrita, and he was said that the course details you will try this and you will be give him. I expected. I create a new decision. I complete work up in morning at 5 o'clock, and kitchen work was complete, and I went to the hospital at 8 a.m. ഓക്കെ, ജിൻഷ ഇതെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നതല്ലേ? അതായത് വരാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ? വരാൻ പോകുന്നത് മാത്രല്ല മാം, ഞാൻ എന്താ പറയാ, ഞാൻ മനസ്സിലുള്ള ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞതാണ്. കണ്ടിട്ടുള്ള ഒരു അനുഭവം വെച്ചിട്ട്. ഇതിൽ എക്സ്പീരിയൻസുകൾ ഉണ്ടോ? എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഓക്കെ. എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോ ഒരു കഴിഞ്ഞുപോയ കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുമെങ്കിൽ നമുക്ക് പാസ്റ്റ് ടെൻസ് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ അയക്കണം. ഓക്കെ, എക്സ്പെക്റ്റഡ് എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തു എന്നൊരു ഇത് വരും. ചെയ്തിരുന്നു എന്നൊരു മീനിങ് ആണ്. എക്സ്പെക്റ്റഡ് ചെയ്തിരുന്നു എന്നൊരു മീനിങ് ആണ്. കഴിഞ്ഞുപോയ കാര്യമാണ്. എക്സ്പെക്ട് ആണെങ്കിൽ ഓക്കെ, ഞാൻ ഇപ്പോഴും ചെയ്യുന്നു എന്നൊരു മീനിങ് വരും. മനസ്സിലായോ? അപ്പൊ എക്സ്പെക്റ്റഡ് ആണോ അവിടെ വേണ്ടത്? ഇനി കറന്റ്ലി അത് അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നതാണോ എന്നാണെങ്കിൽ അവിടെ വ്യത്യാസം വരും. എക്സ്പെക്റ്റഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ എക്സ്പെക്ടിങ് എന്ന് വരും, എക്സ്പെക്ട് എന്ന് വരും. മനസ്സിലായോ? ഇപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യും എന്നാണെങ്കിൽ ഐ വിൽ എക്സ്പെക്ട് എന്ന് വരും. അപ്പൊ അവിടെ എന്താണോ ജിൻഷ ഉദ്ദേശിച്ചത് അതനുസരിച്ച് ആ വേർഡ് മാറ്റം വരണം. ഇനിയിപ്പോ ആരോ പറഞ്ഞു നൈബർ അല്ലെ? നൈബർ പറഞ്ഞു എന്നല്ല പറഞ്ഞേ? പറഞ്ഞ
ആ They, sentence I was she was. and my neighbor was asked and said that പറ്റുള്ളൂ. said that ആണ് ഓക്കെ. ഇങ്ങനെ വാസ് കേട്ടപ്പോൾ തോന്നി. ഓക്കെ. അപ്പോ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് കറക്റ്റ്. ഓക്കെ, അത് ജിൻഷയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവാം. ഇത് കഴിഞ്ഞാന്ന് ഇപ്പൊ മിസ്റ്റേക്ക് മനസ്സിലായി. കഴിഞ്ഞാടെ വെച്ച് അപ്പൊ അതൊന്നും ക്ലിയർ ചെയ്താൽ തന്നെ കറക്റ്റ് ആണ്. ടെൻസ് ആണ്, പക്ഷെ ടെൻസ് വേറെ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ആരും ക്ലാസ്സിലില്ല. അപ്പൊ എല്ലാവരും ഉള്ളപ്പോ പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ടെൻസിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടി വരും എന്ന് പറയും. ഓക്കെ, അപ്പോ ഞാൻ കുറച്ച് സെന്റൻസ് തരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു, സ്റ്റോറി ആയിരുന്നോ പറഞ്ഞേ? ആണോ ജിൻഷ? കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോറി മാം തന്നെ, അത് മലയാളത്തിൽ അല്ല ഇംഗ്ലീഷിലേക്ക് മാറ്റുമല്ലോ ചെയ്ത സ്റ്റോറി തന്നെ. ഓക്കെ, അപ്പൊ ഇന്ന് കുറച്ച് സെന്റൻസ് തരാം, മലയാളം സെന്റൻസ് തരാം, അതൊന്ന് ഇംഗ്ലീഷിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എഴുതിയെടുത്തോളൂ. നീ സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കൂ, അല്ല ചിന്തിച്ചിട്ട് സംസാരിക്കൂ എന്ന് പറയില്ലേ, ആ സെന്റൻസ് തന്നെയാണ്. നീ സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കൂ. നീ സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കൂ. ഞാൻ അതിനെ കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ അതിനെ കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ അതിനെ കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ മുൻപ് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ മുൻപ് വന്നിട്ടുണ്ട്. ഞാൻ പുറപ്പെടുമ്പോൾ നിന്നെ വിളിക്കാം. ഞാൻ പുറപ്പെടുമ്പോൾ നിന്നെ വിളിക്കാം. ദെൻ മൊത്തം എത്രയായി നമ്മൾ പറയില്ലേ, എല്ലാം ഒരുമിച്ചിട്ട് എത്രയായി എന്ന് ചോദിക്കില്ലേ, അതല്ലേ മൊത്തം എത്രയായി. മൊത്തം എത്രയായി. നെക്സ്റ്റ്, നിനക്ക് അത് ചെയ്യാൻ കഴിയും. നിനക്ക് അത് ചെയ്യാൻ കഴിയും. നിനക്ക് അത് ചെയ്യാൻ കഴിയും. ഇവിടെയും ഇതുപോലെ തന്നെ. ഇവിടെയും ഇതുപോലെ തന്നെ. ഇവിടെയും ഇതുപോലെ തന്നെ. അവൻ വീട്ടിൽ പോയോ. അവൻ വീട്ടിൽ പോയോ. അവൻ വീട്ടിൽ പോയോ. അവന് അറിയില്ല. അവന് അറിയില്ല. ചായ തണുത്തു പോകുന്നു. ചായ തണുത്തു പോകുന്നു. ചായ തണുത്തു പോകുന്നു. ഞാൻ ചോദിച്ചിട്ട് പറയാം. ഞാൻ ചോദിച്ചിട്ട് പറയാം.
ഞാൻ ചോദിച്ചിട്ട് പറയാം. ഞാൻ അവനെ മുൻപ് കണ്ടിട്ടില്ല. ഞാൻ അവനെ മുൻപ് കണ്ടിട്ടില്ല. എനിക്കത് പ്രയാസമാണ്. എനിക്ക് അത് പ്രയാസമാണ്. എനിക്കത് പ്രയാസമാണ്. ദിവസം തോറും ചൂട് കൂടി വരികയാണ്. ദിവസം തോറും ചൂട് കൂടി വരികയാണ്. ദിവസം തോറും ചൂട് കൂടി വരികയാണ്. അവനെ ഇവിടെ കൊണ്ടുവരൂ. അവനെ ഇവിടെ കൊണ്ടുവരൂ. ഞാൻ അവനെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിഞ്ഞു. ഞാൻ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിഞ്ഞു. ഞാൻ അവനെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിഞ്ഞു. അവിടെ പോയിട്ട് പ്രയോജനമില്ല. അവിടെ പോയിട്ട് പ്രയോജനമില്ല. അവിടെ പോയിട്ട് പ്രയോജനമില്ല. നിനക്ക് അത് എനിക്ക് തരാൻ കഴിയില്ലേ? നിനക്ക് അത് എനിക്ക് തരാൻ കഴിയില്ലേ? നിനക്ക് അത് എനിക്ക് തരാൻ കഴിയില്ലേ? എനിക്ക് അത് എടുക്കാൻ കഴിയുമോ? എനിക്ക് അത് എടുക്കാൻ കഴിയുമോ? ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. അവൻ അവന്റെ തീരുമാനം എടുക്കട്ടെ. അവൻ അവന്റെ തീരുമാനം എടുക്കട്ടെ. അവൻ അവന്റെ തീരുമാനം എടുക്കട്ടെ. ഞാനത് നിനക്ക് വേണ്ടി വാങ്ങിയതാണ്. ഞാൻ അത് നിനക്ക് വേണ്ടി വാങ്ങിയതാണ്. ഞാൻ അത് നിനക്ക് വേണ്ടി വാങ്ങിയതാണ്. ഇതാണോ നിനക്ക് വേണ്ടത്? ഇതാണോ നിനക്ക് വേണ്ടത്? ഇതാണോ നിനക്ക് വേണ്ടത്? അവൻ കുറച്ചു മുൻപ് പോയി. അവൻ കുറച്ചു മുൻപ് പോയി. ഈ ക്യാബേജിന് എത്ര വില വരും? ഈ ക്യാബേജിന്റെ വില എത്രയാണ് എന്ന് ചോദിച്ചാൽ മതി. ഈ ക്യാബേജിന്റെ വില എത്രയാണ്? ഓക്കെ. Okay, so let's translate it to an English. Okay, quickly.
ടെൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, എന്നിട്ട് ഓരോ വേർഡ്സ് ആയിട്ടൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യൂ, എന്നിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, സിമ്പിൾ ആണെങ്കിൽ ഓക്കെ, ക്ലിയർ ചെയ്യാം. പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യൂ, എന്നിട്ട് പറയും. ഈ പ്രൊഫൈൽ നെയിം SS ആരാണെന്ന് പറയാമോ? ഒന്ന് പേര് പറയാമോ? SS എന്നാണ് പ്രൊഫൈൽ നെയിം. What's your name? No. Can you hear me? No. No response. Okay, complete ചെയ്തോ? കഴിഞ്ഞോ? ജിൻഷ ആൻഡ് കഴിഞ്ഞോ?
അഞ്ജു, അനാമിക, ജിൻഷ, പ്രശാന്ത് കുമാർ, പിന്നെ ഒരു SS. No. Okay. പെട്ടെന്നാവട്ടെ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ,
ഫസ്റ്റ് ഏതായിരുന്നു? നീ സംസാരിക്കുന്നതിന് മുൻപ് ഒന്ന് ചിന്തിക്കൂ എന്നാണ് അല്ലെ? സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കൂ. എന്താണ് എഴുതിയത്? പറയൂ. തെറ്റാണ്. Just thinking before you talk. Think. Just thinking before you talk. ഒന്ന് സംസാരിക്കൂ, ഒന്ന് സംസാരിക്കാൻ മുൻപ് ഒന്ന് ചിന്തിക്കൂ എന്നില്ല, ഒന്നില്ല. എന്നാൽ ഓക്കെ, കറക്റ്റ് ആണ്. തിങ്ക് ബിഫോർ യു സ്പീക്ക് എന്നാണ്. ജിൻഷ എന്താ എഴുതിയത്? Before I asked with തിങ്ക് ആണ്, തിങ്ക്. THINK. എന്തോ? You will think and before asked. അങ്ങനെ പറയാൻ പറ്റുമോ? ആസ്കടല്ലോ, സംസാരിക്കാനല്ലേ പറയുന്നേ. അപ്പൊ സംസാരിക്കുക എന്ന് പറയുന്ന വേർഡ് സ്പീക്ക് ആണ്. ഞാൻ പറഞ്ഞു, ഒരു വേർഡ് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം, അപ്പൊ കറക്റ്റ് ആൻസർ കിട്ടും. നീ സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കൂ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ നമുക്ക് ഓക്സിലറീസും കാര്യങ്ങളൊന്നും വരില്ല, ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ. അപ്പോ തിങ്ക് ബിഫോർ യു സ്പീക്ക് എന്നാണ് വരാൻ. ഇനി നെക്സ്റ്റ്, ഞാൻ അതിനെ കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. ആൻസർ, ഐ ഹാവിന്റ് ടോൾഡ് എനിവൺ അബൌട്ട് ഇറ്റ്. ഇതൊരു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് ഹാവ് വരും. കാരണം പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ആണെങ്കിൽ അത് പെർഫെക്റ്റിലൊക്കെ വരാം. ഉണ്ട്. എന്തോ? അല്ല, മഹയുടെ പറഞ്ഞത് ഫോണ് വിളിക്കാൻ വേണ്ടി കൊടുക്കണം, മോൻ ചോദിച്ചോണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പോ ഐ ഹാവിന്റ് ടോൾഡ് എനിവൺ അബൌട്ട് ഇറ്റ് എന്നാണ്. ഐ ഹാവിന്റ് എന്ന് പറയുമ്പോ ചെയ്തിട്ടില്ല, ആ ഒരു മീനിങ്ങുള്ള ഹാവിന്റ് വരാം. ഐ ഹാവിന്റ് ടോൾഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്നർത്ഥം. ഐ ഹാവിന്റ് ടോൾഡ്, ആരോടും പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ എനിവൺ അബൌട്ട് ഇറ്റ്, അതിനെ കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. ആരോടും എന്ന് പറയുന്ന എനിവൺ, അതിനെ കുറിച്ച് എന്ന് പറയുന്ന അബൌട്ട് ഇറ്റ് ആണ്. അപ്പൊ ഐ ഹാവിന്റ് ടോൾഡ് എനിവൺ അബൌട്ട് ഇറ്റ് എന്നാണ് എന്റെ ട്രാൻസ്ലേഷൻ വരാം. നെക്സ്റ്റ്, ഞാനിവിടെ മുൻപ് വന്നിട്ടില്ല, ഞാൻ ഇവിടെ മുൻപ് വന്നിട്ടുണ്ട്. എങ്ങനെയാ പറയാ? വന്നിട്ടുണ്ട്. അതും ഏതാണ്? I have come here before. കമ്മിന് പകരം നമുക്ക് ബീൻ ആഡ് ചെയ്താൽ പറ്റും. കം എന്ന് പറയുന്നത് വേണ്ട, ബീൻ മതി. I have been here before. I have been here before. Okay? അറിയാമല്ലോ, I have been here before എന്നാണ്. കമ്മിന് പകരമാണ് അവിടെ ബീൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസ് ഒക്കെ പഠിച്ചു വെക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, പഠിക്കാൻ പറ്റുന്നത് മാക്സിമം പഠിച്ചു വെക്കുക, ആൻഡ് അപ്ലൈ ചെയ്യാം. അപ്പൊ പിന്നെ I have been here before. I have been here before. ഇനി നെക്സ്റ്റ്, ഞാൻ പുറപ്പെടുമ്പോൾ നിന്നെ വിളിക്കാം. ഞാൻ പുറപ്പെടുമ്പോൾ നിന്നെ വിളിക്കാം. Starting with you, you will call him. I can call you when I leave. ഇത് ടെൻസ് ഏതാന്ന് നോക്കി. ഞാൻ പുറപ്പെടുമ്പോൾ നിന്നെ വിളിക്കാം. ടെൻസ് ഏതാന്ന് നോക്കി. Future. ഏത് ടെൻസ് ആണ്? ഞാൻ പുറപ്പെടുമ്പോൾ നിന്നെ വിളിക്കാം എന്നാ പറഞ്ഞത്. Future. ഫ്യൂച്ചർ ആണ്. അപ്പൊ എന്താ വരാ? ഫ്യൂച്ചർ ഏതാണ് വരാ? I can. ക്യാൻ ആണോ ഫ്യൂച്ചറിൽ വരുന്നത്? ഇല്ലല്ലോ. Will. No, I will call you when I leave. Yeah, I will call you when I leave. I will call you when I leave. പുറപ്പെടുമ്പോൾ നിന്നെ വിളിക്കാം. leave. I will call you when I leave. ഇനി മൊത്തം എത്രയായി എന്നാണെങ്കിൽ, മൊത്തം എത്രയായി? എത്രയായി? How much is the total? How much is the total? How much very correct ആണ്.
മൊത്തം ഒരുമിച്ച് എന്നൊക്കെ ഒരു മീനിങ് വരും. ഓൾ ടുഗദർ, ഓൾ ടുഗദർ ആണേ. Yes. ഓൾ ടുഗദർ, ഹൗ മച്ച് ഓൾ ടുഗദർ എന്നാ വരാം. ഹൗ മച്ച് ഓൾ ടുഗദർ. വേർഡ്സ് ഒന്നും കിട്ടുന്നില്ല മാം. ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ അറിയുന്ന പക്ഷെ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല വേർഡ്സ്. നമ്മളെ അത് അറിയാം, പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ലല്ലോ. എന്തായിക്കോട്ടെ, എന്ത് വസ്തു ആയിക്കോട്ടെ, നമ്മളത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതെവിടെയെങ്കിലും ഇരുന്ന് പോവുകയോ, എന്ത് നമ്മൾ യൂസ് ചെയ്താലേ നമുക്കത് പെട്ടെന്ന് ഓർമ്മ വരുള്ളൂ. ഓക്കെ, ചിലര് പറയും ഞാൻ പണ്ട് ഡാൻസ് കളിച്ചിരുന്നാണ്, ഞാൻ പണ്ട് സൈക്കിൾ ചവിട്ടിരുന്നാണ്, ഇപ്പൊ പറ്റുന്നില്ല. കാരണം അത് പിന്നെ നമ്മൾ ചെയ്യാതെയായപ്പോ ഒരു ടച്ച് പോയി. മനസ്സിലായോ? എന്താണ് അങ്ങനെ തന്നെയാണ്. അപ്പൊ അറിയാവുന്ന വേർഡ്സും മാക്സിമം എല്ലാ ദിവസവും ഞാൻ പറഞ്ഞ പോലെ റീഡിങ് ഒരു ഹാബിറ്റ് ആക്കി മാറ്റാം. വേർഡ്സ് ഒന്നും നമുക്ക് മറക്കില്ല, അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഹൗ മച്ച് ഓൾ ടുഗദർ എന്നാണ്. ഓൾ ടുഗദറിന്റെ മീനിങ് മൊത്തം, ഒരുമിച്ച് എന്നൊക്കെ ഒരു മീനിങ് ആണ് ഓൾ ടുഗദറിന് വരുന്നത്. ഇനി അടുത്തത്, നിനക്കത് ചെയ്യാൻ കഴിയും, അതൊരു എബിലിറ്റി ആണ്. എബിലിറ്റി ആണെങ്കിൽ നമ്മൾ ഏത് മോഡൽ വേർബാ യൂസ് ചെയ്യണ്ടേ? Try. എന്താ പറയാ, നിനക്കത് ചെയ്യാൻ പറ്റും എന്നൂടെ. You can. You can do it. You can try. You can do it. You can do it, അല്ലെങ്കിൽ you can do that. Anything that or it, you can use anything. Okay? You can do it or you can do that. Next, ഇവിടെയും ഇതുപോലെ തന്നെ, എന്ന് പറയുമ്പോൾ This is the same here. Yeah. Just same here മാത്രം. ഒരു same here മാത്രം മതി. Same here. ഇവിടെയും ഇതുപോലെ തന്നെ means same here. Okay, ഇനി next, അവൻ വീട്ടിൽ പോയോ? Did he going to did not do answer. Did he? He went home. No, went ഒന്നും വേണ്ട, വെറും മാത്രം. Did he going? Did he go home? Did ഒക്കെ ചോദിക്കുമ്പോ പിന്നെയും അവിടെ ഒരു പാസ്റ്റിന്റെ വെർബിന്റെ ആവശ്യമില്ല, ഫസ്റ്റ് ഫോം തന്നെ കൊടുക്കാം. Did he go home? Did വരുമ്പോ ഒരിക്കലും വെർബ് പാസ്റ്റ് ഒന്നും ആവശ്യമില്ല, അതിന്റെ ഫസ്റ്റ് ഫോം തന്നെ മതി. ഓക്കെ, അതെപ്പോഴും ഓർത്തിരിക്കണം. ഡിഡ് എന്ന് പറയുന്നത് ഓൾറെഡി പാസ്റ്റ് ആണ്, പിന്നെയും അവിടെ വെർബ് പാസ്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഡിഡ് ഹി ഗോ ഹോം എന്നാ പറയാം. ഡിഡ് ഹി ഗോ ഹോം. നെക്സ്റ്റ്, അവൻ അറിയില്ല. He doesn't know. Didn't know. He didn't know. അല്ല, He doesn't know. ഡിഡ് വരില്ല, ജിൻഷ പാസ്റ്റ് അല്ല, പ്രസന്റിലെ കാര്യമില്ല പറഞ്ഞു. അവൻ അറിയില്ല, ഇപ്പൊ നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഡസ് ആണ്. ഹി ഡസന്റ് നോ. ഇനി ചായ തണുത്തു പോകുന്നു എന്നെങ്ങനെയാ പറയാ? നമുക്ക് ആരുടെങ്കിലൊക്കെ പറയാം, ചായ കുടിക്കാൻ വൈകുന്നേരം ചായ തണുത്തു പോകുന്നു, കുടിക്കുക എന്ന് പറയാം. എങ്ങനെയാ ചായ തണുത്തു പോകുന്നു എങ്ങനെയാ പറയാ? പ്രസന്റ് ആണ്. ചായ തണുത്തു പോകുന്നു. Tea is Going to be cool. go to അല്ല അവിടെ വരാം. Tea is getting ആണ് വരാം. Tea is getting cold. വെള്ളം കിട്ടി. ഇനി ഗോയിങ് എങ്ങനെയാ വരാ? അതാണ് കിട്ടാത്ത ഒരു വേർഡ് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം കിട്ടിയായിരുന്നു. കോൾഡ് എല്ലാം കിട്ടി മാം. അവിടെ ഒന്ന് ചേർക്കണം നടുക്ക്. ഇപ്പൊ പോകുന്നു എന്ന് പറയുമ്പോ ഇങ്ങനെ ഒരു വസ്തു, ചായ അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഗെറ്റിംഗ് പറയും. അവള് കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറയില്ലേ? എങ്ങനെയാ പറയാ? നമ്മള് കല്യാണം കഴിക്കാൻ പോവാണ്, അങ്ങനെ പറയാ? ഷീസ് ഗെറ്റിംഗ് മാരീഡ്. അപ്പൊ അങ്ങനെയാണ് ഗെറ്റിംഗ് ഒക്കെ വരാം. ഓക്കെ, ഇനി ഞാൻ ചോദിച്ചിട്ട് പറയാം. ഇതും ടെൻസ് ഏതാന്ന് നോക്കാം. എന്തോ ടെൻസ് ഏതാന്ന് നോക്കി ഞാൻ ചോദിച്ചിട്ട് പറയാം.
ചോദിച്ചിട്ട് പറയാം. ടെൻസ് ഏതാണ്? ഫ്യൂച്ചർ. ഫ്യൂച്ചർ അല്ലേ? അപ്പൊ എന്താ പറയാ? ഞാൻ ചോദിക്കട്ടെ എന്നിട്ട് പറയാം എന്ന് പറയും. I will ask. asked. Then I said. No, I will ask and tell ആണ്. പറയുക എന്ന് പറയുമ്പോൾ tell ആണ്. ഓക്കെ. said എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞു എന്നൊരു മീനിങ് വരും. tell ആണ് പറയുക. I will ask and tell. Okay, I will ask and tell. I tell. ഞാൻ എന്തോ I will ask and tell. നെക്സ്റ്റ് ഞാനിവരെ മുൻപ് കണ്ടിട്ടില്ല. I haven't seen him before. Yeah, I haven't seen him before. I haven't seen him before. ഞാൻ അവനെ മുൻപ് കണ്ടിട്ടില്ല. എനിക്കിത് പ്രയാസമാണ്. It's difficult for me. Yeah, it is difficult for me. എനിക്കിത് പ്രയാസമാണ്. It's difficult for me. ദിവസം തോറും ചൂട് കൂടി വരികയാണ്. ചായ തണുത്തു പോകുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ദിവസം തോറും ചൂട് കൂടി വരികയാണ്. എന്താ പറയാ അപ്പൊ? ചൂട് എന്ന് പറയുമ്പോ വാക്ക് എന്താണ്? ഹീറ്റ് അല്ല, ഹോട്ട്. ഇത് നല്ല ചൂടാണെങ്കിൽ എങ്ങനെ പറയും? ഹോട്ട് ആവാൻ. ദിവസം തോറും എന്ന് പറയുന്നത് എന്താ പറയാ? Day by day. Day by day. എന്ന് പറഞ്ഞു നോക്കി. It's getting hotter day by day. It's getting hotter day by day. It's getting hotter day by day. അവനെ ഇവിടെ കൊണ്ടുവരൂ. സിമ്പിൾ ആണ്. കൊണ്ടുവരിക. കൊണ്ടുവരിക bring ആണ്. അവനെ him ആണ്. ഇവിടെ here ആണ്. Bring him here. Bring him here. ഇനി ഞാൻ അവനെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് കിട്ടാത്ത വേർഡ് ഏതാണ്? ഒറ്റ നോട്ടത്തിലാണോ? സിംഗിൾ ലുക്ക് ആണോ? എന്തോ സിംഗിൾ ലുക്ക് ആണോ ഒറ്റ നോട്ടത്തിൽ? അല്ല. At a glance. At a glance എന്ന മീനിങ്. At a glance. GLANCE. At a glance. ഇനി തിരിച്ചറിയുകയാണെങ്കിലോ? ഐഡന്റിഫൈ അല്ല. Recognize. ഇനി ഒന്ന് കണക്ട് ചെയ്തെന്ന് പറഞ്ഞേ. I recognized him at a glance. Yeah, I recognized him at a glance. I recognized him at a glance. Okay. ഇനി അവിടെ പോയിട്ട് പ്രയോജനമില്ല. അവിടെ പോയിട്ട് പ്രയോജനമില്ല. It's no use going there. It's no use going there. It's no use going there. Okay? ഇനി നിനക്കത് എനിക്ക് തരാൻ കഴിയുമോ? നിനക്ക് അത് എനിക്ക് തരാൻ കഴിയുമോ? കഴിയില്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. കഴിയുക എന്ന് പറയുമ്പോൾ ക്യാൻ ആണ്. അതിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ എന്താ വരാം? പറയൂ, എന്താ എഴുതിയത്? കഴിയില്ലേ? നിനക്ക് കഴിയില്ലേ അതെനിക്ക് തരാൻ? Can't you give it to me? Can't you give it to me? Can't you give it to me എന്നാണ്. നിനക്കത് എനിക്ക് തരാൻ കഴിയില്ലേ? Can't you give it to me? എനിക്കത് എടുക്കാൻ കഴിയുമോ? എനിക്ക് അത് എടുക്കാൻ കഴിയുമോ? ഇത് പറയാലോ, സിമ്പിൾ ആണല്ലോ. I take it.
എടുക്കാൻ കഴിയുമോ? ശരിയാണ്. Can I take it ആണ്. Can I take it? Can I take it? ഞാൻ എടുത്തോട്ടെ, എനിക്ക് എടുക്കാൻ കഴിയോ? Can I take it? ഞാൻ അവരോട് സംസാരിക്കായിരുന്നു. സിമ്പിൾ ആണ്. ഞാൻ അവരോട് സംസാരിക്കായിരുന്നു. എന്താ വരാ? I will ask you. ജിനിഷ അത് ടെൻസ് ചെയ്താന്ന് നോക്കിയേ. ഞാൻ അവരോട് സംസാരിക്കായിരുന്നു. ടെൻസ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞു പോയ സംഭവമാണോ, അല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്ന കാര്യമാണോ, അല്ലെങ്കിൽ വരാൻ പോണ കാര്യമാണോ? ഇതോ പ്രസന്റ് കണ്ടിന്യൂസ്. ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോ പാസ്റ്റ് നമ്മൾ ഏത് ഓക്സിലറി ആണ് യൂസ് ചെയ്യേണ്ടത്? വാസ് ഓർ വേറോ? അയുടെ കൂടെ എന്താ വരാ? വേറെ വരാ? അയ്യുടെ കൂടെ വാസ്. അയ്യുടെ കൂടെ എന്താ വരാ? വാസ്. I was talking him. Talking to him. I was talking. Yeah, I was talking to him. Okay. Next. സത്യം പറയുകയാണെങ്കിൽ ഒന്ന് അവനെ ഇവിടെ കൊണ്ടുവരൂ എന്നുള്ള എന്നെടുക്ക്. അത് കൊണ്ടുവരിക എന്ന് പറഞ്ഞ ബ്രിങ് ആണ്. Bring him here. BRING. Bring him here. അവനെ ഇവിടെ കൊണ്ടുവരൂ. Bring him here. Yes, ma'am. നെക്സ്റ്റ്, സത്യം പറയുകയാണെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. സത്യം പറയുകയാണെങ്കിൽ, ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ, സത്യസന്ധമായി പറയുകയാണെങ്കിൽ എന്നൊക്കെയുള്ള ഒരു മീനിങ് വരാം. എന്താ ഒരു വാക്ക് നമ്മൾ പറയുമല്ലോ, think it, then answer it quickly. Okay? എന്തായിരിക്കും പറയാ? ഒന്ന് എനിക്ക് എപ്പോഴും പറയാറുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഇതോ സത്യസന്ധമായി പറയുകയാണെങ്കിൽ to be honest. To be honest, I'm happy. To be honest, I'm happy എന്നാണ് വരാൻ. നെക്സ്റ്റ്, അവൻ അവന്റെ തീരുമാനം എടുക്കട്ടെ. Let him make his decision. Let him make or take എന്തും പറയാം. make അല്ലെങ്കിൽ take പറയാം. Let him make or take his decision. Let him make his decision അല്ലെങ്കിൽ let him take his decision. അവൻ അവന്റെ തീരുമാനം എടുക്കട്ടെ. ഓക്കെ, ഇനി ഞാൻ ഇത് നിനക്ക് വേണ്ടി വാങ്ങിയതാണ്. എങ്ങനെയാ പറയാ? വാങ്ങി, ഓൾറെഡി വാങ്ങി. അപ്പൊ ഞാൻ വാങ്ങി നിനക്ക് വേണ്ടി. ഞാൻ വാങ്ങി എന്നെങ്ങനെ പറയും? ഞാൻ അത് വാങ്ങി എന്ന് പറഞ്ഞ I bought it for you. I bought it for you എന്നാ വരാം. ഞാൻ അത് നിനക്ക് വേണ്ടി വാങ്ങി, വാങ്ങിയതാണ്. I bought it for you. നെക്സ്റ്റ്, ഇതാണോ നിനക്ക് വേണ്ടത് എന്നെങ്ങനെയാ പറയാ? ഇതാണോ നിനക്ക് വേണ്ടത്? Is this what you want? Is this what you want? Is this what you want? അവൻ കുറച്ചു മുൻപ് പോയി. He left a while ago. He left a while ago. He left a while ago. അവൻ കുറച്ചു മുൻപ് പോയി. He left a while ago. ഇനി ഈ ക്യാബേജിന് വില എത്രയാണ്? അതല്ലേ, ക്യാബേജിന് എത്രയാണ് വില? ഹൗ മച്ച്, എത്ര എന്ന് പറയുമ്പോൾ ഹൗ മച്ച് ആണ്. ഹൗ മച്ച് ഈസ് ദിസ് ക്യാബേജ്? ഹൗ മച്ച് ഈസ് ദിസ് ക്യാബേജ് എന്നാണ് വരാം. ഹൗ മച്ച് ഈസ് ദിസ് ക്യാബേജ്?
ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് സെന്റൻസ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഫേസ് ചെയ്ത് നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്തായിരുന്നു? ഈ സെന്റൻസ് ചെയ്യുമ്പോ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്? Any difficulties are you faced? Tell me. You faced any difficulties? Tell me anything. പറയൂ, നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇത്രയും എഴുതിയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഒന്നും പറയാനില്ലേ? ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഒന്നും ഒറ്റക്ക് എഴുതാൻ പറ്റുന്നില്ല. എഴുതാൻ പറ്റുന്നില്ല. വേർഡ്സ് ഒന്നും കിട്ടുന്നില്ല. അറിയാം, പക്ഷെ സ്യൂട്ടബിൾ ആയ വേർഡ്. വൊക്കാബുലറി ഇല്ല എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പൊ കുറെയൊക്കെ നമ്മള് പഠിക്കണം ജിനിഷ. അത്യാവശ്യം വേണ്ട വൊക്കാബുലറി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ടാണ് നമുക്കൊരു സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഒരു കറക്റ്റ് ക്ലിയർ ആയി. ജിനിഷയുടെ പ്രോബ്ലം കുറച്ചൊക്കെ വേർഡ്സ് അറിയില്ല, ടെൻസ് അറിയില്ല. ഓക്കെ, വേർഡ്സ് ജിനിഷ മാക്സിമം ജിനിഷ പഠിക്കണം. ടെൻസിന്റെ കാര്യം ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, നമുക്ക് ഡേ ടു ലൈഫിൽ യൂസ് ചെയ്യേണ്ട കുറെ വേർഡ്സുകൾ ഉണ്ട്. ജിനിഷ തന്നെ നമ്മുടെ വീട്ടില് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴായാലും അതൊന്ന് മലയാളത്തിൽ ചിന്തിക്കൂലോ. അപ്പൊ അത് ഇംഗ്ലീഷിലൊക്കെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് അതിന് വേണ്ട എന്തൊക്കെയാണ് വേർഡ്സ് കിട്ടുന്നില്ലെങ്കിൽ ആ വേർഡ് നോക്കാം. ഏത് മലയാളം വേർഡാണ് കിട്ടാത്ത ആ വേർഡ് നോക്കിയിട്ട് നോട്ട്ബുക്കിൽ എഴുതുക. ആ മലയാളം വേർഡും അതിന്റെ ഇംഗ്ലീഷും എഴുതി വെക്കുക. അങ്ങനെ ഓരോ വേർഡ് ജിനിഷയുടെ ഡെയിലി ലൈഫിൽ എന്താണോ അത് ജിനിഷ മലയാളം വേർഡ് എഴുതി വെക്കുക. എന്നിട്ട് അത് ഇംഗ്ലീഷ് നോക്കണം. എന്നിട്ട് അത് എല്ലാ ദിവസവും ഇന്ന് റിവൈൻഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോ ഈ വൊക്കാബുലറി എന്തായാലും കൂടും. കാരണം നമുക്ക് നമ്മുടെ മുന്നിലിരിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതായ കുറെ കാര്യങ്ങളില് ഇംഗ്ലീഷ് വേർഡ് നമുക്ക് അറിയില്ല എങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ തന്നെ പഠിക്കേണ്ടതാണ്. അല്ലാതെ നമുക്ക് വേറെ ആരും പഠിപ്പിച്ചു തരുന്നൊന്നുമില്ല. നമ്മൾ തന്നെ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റൂ. അപ്പോ ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ എല്ലാവരും ഇംഗ്ലീഷ് വേർഡ് നോക്കിയാലും മതി. ഒരുപാട് വൊക്കാബുലറി നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ടെൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ വന്ന് ഡിസ്കസ് ചെയ്യാം. ജിനിഷ ആണെങ്കിലും എന്താണ് നിങ്ങൾക്ക് ഡൗട്ട് എന്നുള്ളത് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിരുന്നു. ഓക്കെ, അപ്പോ നിങ്ങൾ ചോദിക്കുന്ന അനുസരിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്താണ് ഡൗട്ട്? ഇപ്പൊ ജിനിഷ പറഞ്ഞ ടെൻസ് അറിയില്ല. ഓക്കെ, അപ്പൊ ഇതുപോലെ അറിയാത്ത കുറെ പേരുണ്ടാകും. അവരും കൂടി ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവരും കൂടെ ഇരുന്ന് ഒരു ക്ലാസ്സിൽ നമുക്ക് ആ ഡൗട്ട് അങ്ങനെ ക്ലിയർ ചെയ്യായിരുന്നു. ഓക്കെ, അപ്പൊ എന്താണ് എന്ന് വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ അത് ക്ലിയർ ആയിട്ട് എന്നോട് പറയാം. ഓക്കെ ആണോ? ഓക്കെ, കാരണം ഇംപ്രൂവ് ചെയ്യണം. കുറച്ചുകൂടെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാനുണ്ട്. മാക്സിമം ഇംപ്രൂവ് ചെയ്യാം. സെന്റൻസ് പക്ഷെ ജിനിഷ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം ഇംപ്രൂവ്മെന്റ് ജിനിഷയ്ക്ക് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വരണമെങ്കിൽ ഇത് കുറച്ചുകൂടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോ പറഞ്ഞ എക്സ്പെക്ടേഷൻസിലും കുറച്ച് ഞാൻ പറഞ്ഞല്ലോ മിസ്റ്റേക്സ് ഉണ്ട്. അതുകൊണ്ട് ക്ലിയർ ചെയ്ത് നോക്കാം. ക്ലിയർ ചെയ്ത് നോട്ടിൽ എഴുതാം. ഓക്കെ, അപ്പോ മാക്സിമം നമ്മൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പഠിക്കാൻ പറ്റും. എന്തോ? ഓക്കെ, അപ്പോ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോ കാണാം. ഓക്കെ, താങ്ക് യു. Thank you all. Yeah, thank you.